ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് രണ്ടാം T20 മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ നേപ്പാൾ 90 റൺസിന്റെ വമ്പൻ വിജയം നേടി. ക്രിക്കറ്റിലെ ഒരു ടെസ്റ്റ് പദവിയിലുള്ള ടീമിനെതിരെ നേപ്പാൾ നേടുന്ന ചരിത്ര വിജയമാണിത്. തങ്ങളുടെ സ്വന്തം മണ്ണിൽ വെച്ച് ലോകോത്തര ടീമിനെതിരെ നേടിയ ഈ വിജയം നേപ്പാളിന്റെ ക്രിക്കറ്റ് ചരിത്രത്തിലെ സുവർണ അധ്യായമായി മാറി. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത നേപ്പാൾ നിശ്ചിത 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 173 റൺസാണ് നേടിയത്. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ വെസ്റ്റ് ഇൻഡീസിന് നേപ്പാളിന്റെ ബൗളിംഗ് ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല. 17.1 ഓവറിൽ വെറും 83 റൺസിന് അവർ ഓൾ ഔട്ടായി. കരീബിയൻ ടീമിന് ഇത് വലിയ നാണക്കേടുണ്ടാക്കി. നേപ്പാളിന്റെ വിജയത്തിൽ നിർണായകമായത് ബാറ്റിംഗിലും ബൗളിംഗിലും കണ്ട മികച്ച പ്രകടനമാണ്. മധ്യനിര താരം മുഹമ്മദ് ആദിൽ ആലമാണ് വിൻഡീസ് ബാറ്റിംഗ് നിരയുടെ നട്ടലൊടിച്ചത്. ആദിൽ ആലം 4 വിക്കറ്റുകൾ വീഴ്ത്തി കരീബിയൻസിന്റെ ഉയരെടുത്തു. ആദിൽ ആലത്തിന് മികച്ച പിന്തുണ നൽകിയത് കുശാൽ ഭുർത്തേലാണ്. തകർപ്പൻ പ്രകടനത്തിലൂടെ ഭുർത്തേൽ 3 വിക്കറ്റുകൾ കൊയ്തു. കൃത്യതയാർന്ന ബൗളിംഗും ശക്തമായ ഫീൽഡിംഗുമാണ് നേപ്പാളിന് അനുകൂലമായ സാഹചര്യം ഒരുക്കിയത്. നേപ്പാൾ ഇന്നിംഗ്സിന്റെ അടിത്തറ പാകിയത് ഓപ്പണർ ആസിഫ് ഷെയ്ഖും യുവതാരം സന്ദീപ് ജോരയും ചേർന്നാണ്. ഇരുവരും അർദ്ധ സെഞ്ചുറികൾ നേടി മികച്ച സ്കോർ നേടാൻ ടീമിനെ സഹായിച്ചു. ഓപ്പണറായ ആസിഫ് ഷെയ്ഖ് 47 പന്തുകൾ നേരിട്ട് 68 റൺസാണ് നേടിയത്. 8 ബൗണ്ടറികളും 2 കൂറ്റൻ സിക്സറുകളും അടങ്ങുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിന്റെ തുടക്കത്തിൽ റൺസ് ഉയർത്തുന്നതിൽ ആസിഫ് നിർണായക പങ്ക് വഹിച്ചു. മറ്റൊരു തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചത് സന്ദീപ് ജോരയാണ്. വെറും 39 പന്തുകളിൽ നിന്ന് 63 റൺസാണ് സന്ദീപ് നേടിയത്. തന്റെ വെടിക്കെട്ട് ഇന്നിംഗ്സിൽ അദ്ദേഹം 5 സിക്സറുകളും 3 ബൗണ്ടറികളും പായിച്ചു. മധ്യ ഓവറുകളിൽ നേപ്പാളിന്റെ സ്കോർ ഉയർത്തിയത് സുധീമിന്റെ പ്രകടനമാണ്. ആസിഫ് ഷെയ്ഖിന്റെയും സുദീപ് ജോരയുടെയും ഈ 2 അർദ്ധ സെഞ്ചുറികൾ മാറ്റി നിർത്തിയാൽ നേപ്പാൾ ബാറ്റിംഗ് നിരയിലെ മറ്റാർക്കും കാര്യമായി തിളങ്ങാനാകില്ല. എന്നിട്ടും 173 എന്ന് വെല്ലുവിളിക്കുന്ന സ്കോർ നേപ്പാളിന് എത്തിപ്പിടിക്കാൻ സാധിച്ചു. വെസ്റ്റ് ഇൻഡീസ് ബൗളിംഗ് നിരയിൽ സ്പിന്നർ അഖിൽ ഹുസൈൻ, ഓൾറൗണ്ടർ കൈൽ മയേഴ്സ് എന്നിവർ 2 വിക്കറ്റ് വീതം വീഴ്ത്തി. നേപ്പാളിന്റെ സ്കോർ 200 കടക്കാതിരിക്കാൻ അവരുടെ പ്രകടനം സഹായിച്ചു. എന്നാൽ ബാറ്റിംഗിന് ഇറങ്ങിയപ്പോൾ വെസ്റ്റ് ഇൻഡീസിന് ആ മികവ് നിലനിർത്താനായില്ല. പ്രമുഖ ബാറ്റ്സ്മാൻമാർ പോലും നേപ്പാളി ബൗളർമാർക്ക് മുന്നിൽ പെട്ടെന്ന് കീഴടങ്ങി. വിക്കറ്റുകൾ തുടർച്ചയായി വീഴുന്നത് കരീബിയൻ ഇന്നിംഗ്സിനെ തകർത്തു. വെസ്റ്റ് ഇൻഡീസ് ഇന്നിംഗ്സിലെ ടോപ്പ് സ്കോറർ ജെയ്സൺ ഹോൾഡർ ആയിരുന്നു. അദ്ദേഹം 21 റൺസ് നേടി. ഹോൾഡറിന് പുറമെ മറ്റാർക്കും 20 റൺസ് പോലും നേടാൻ സാധിക്കാതെ പോയത് വിൻഡീസ് ബാറ്റിംഗ് നിരയുടെ ദയനീയ പരാജയം എടുത്തു കാണിക്കുന്നു. മധ്യനിരയിലെയും വാലറ്റത്തിലെയും ബാറ്റ്സ്മാൻമാർ വളരെ പെട്ടെന്നാണ് വിക്കറ്റുകൾ വലിച്ചെറിഞ്ഞത്. നേപ്പാളി ബൗളർമാരുടെ കൃത്യതയാർന്ന പ്രകടനവും കളിയിലെ ആധിപത്യവും വെസ്റ്റ് ഇൻഡീസ് ബാറ്റ്സ്മാൻമാർക്ക് താങ്ങാനായില്ല. നേപ്പാളിന്റെ ഈ വിജയം കേവലം ഒരു മത്സര വിജയം മാത്രമല്ല, ഒരു ടെസ്റ്റ് കളിക്കുന്ന രാജ്യത്തിനെതിരെ അവർ നേടുന്ന ഏറ്റവും വലിയ വിജയമാണിത്. ഇത് നേപ്പാളി ക്രിക്കറ്റിന്റെ വളർച്ചയിലെ സുപ്രധാന നാഴികക്കല്ലാണ്. നേപ്പാളി ക്രിക്കറ്റ് ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഈ വിജയം ടീമിനും ആരാധകർക്കും ഒരുപോലെ ആത്മവിശ്വാസം നൽകുന്നതാണ്. വരാനിരിക്കുന്ന വലിയ ടൂർണമെന്റുകളിൽ ശക്തമായ എതിരാളികളെ നേരിടാൻ തങ്ങൾ പ്രാപ്തരാണെന്ന് അവർ തെളിയിച്ചു. ഇത്തരം ചരിത്രപരമായ വിജയങ്ങൾ നേപ്പാളിന്റെ യുവ കളിക്കാർക്ക് കൂടുതൽ പ്രചോദനം നൽകും. ക്രിക്കറ്റ് എന്ന കായിക വിനോദത്തിന് നേപ്പാളിൽ വലിയ സ്വാധീനം ചെലുത്താൻ ഈ വിജയത്തിന് സാധിക്കും. മറുവശത്ത് വെസ്റ്റ് ഇൻഡീസിന് ഈ തോൽവി വലിയ തിരിച്ചടിയാണ്. താരതമ്യേന ദുർബലരായ ഒരു ടീമിനെതിരെ ഇത്രയും വലിയ മാർജിനൽ തോറ്റത് അവരുടെ പ്രകടന നിലവാരത്തെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നു. ഈ മത്സരത്തിലെ തോൽവി വെസ്റ്റ് ഇൻഡീസ് ടീമിന്റെ കോച്ചിംഗ് സ്റ്റാഫിനും കളിക്കാർക്കും ഒരുപോലെ പാഠമാകേണ്ടതാണ്. T20 ഫോർമാറ്റിൽ സ്വന്തം നിലവാരം മെച്ചപ്പെടുത്താൻ അവർക്ക് കൂടുതൽ പരിശ്രമിക്കേണ്ടതുണ്ട്. ആദ്യ മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച നേപ്പാളിന്റെ ഈ വമ്പൻ വിജയം വെസ്റ്റ് ഇൻഡീസിനെതിരായ പരമ്പരയിൽ അവരുടെ ആധിപത്യം ഉറപ്പിക്കാൻ സഹായിച്ചിരിക്കുകയാണ്. ചുരുക്കത്തിൽ മുഹമ്മദ് ആദിൽ ആലത്തിന്റെ മികച്ച ബൗളിംഗ് പ്രകടനവും ആസിഫ് ഷെയ്ഖ്, സന്ദീപ് ജോര എന്നിവരുടെ ബാറ്റിംഗ് വെടിക്കെട്ടുമാണ് നേപ്പാളിന് വെസ്റ്റ് ഇൻഡീസിനെതിരായ ഈ ചരിത്ര വിജയം സമ്മാനിച്ചത്. ക്രിക്കറ്റ് ലോകം ഈ നേപ്പാളി വിപ്ലവത്തെ അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നത്.